ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമദ് നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അജാമിളോപാഖ്യാനം എന്ന 22ാമത്തെ ദശകത്തിൽ 8 ശ്ലോകങ്ങൾ വിശദീകരിച്ച് പഠിച്ചു. ഇന്ന് പഠിക്കേണ്ടത് 9, 10, 11 ശ്ലോകങ്ങൾ. അപ്പം എന്തുണ്ടായി എന്ന് ഇന്ന് 86ാം ദിവസത്തെ ക്ലാസ്സാണ്. ശ്ലോകം വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞ് പെട്ടെന്ന് പോകാം. നൃണാം അബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യ കൗഖാൻ മഹിമാസ്യതാദൃശഃ യഥാഗ്നിരേതാംസി യഥൗഷധംഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. നൃണാം അബുദ്ധ്യാഭി മുകുന്ദ കീർത്തനം. അവിടെ നൃണാം അബുദ്ധ്യ അപി എന്ന വാക്കുകൾ, നൃണാമബുദ്ധ്യാപി എന്ന്. ദഹതി അഖൗഖാൻ, അഖം ദഹതി അഖം ഔഖാൻ എന്ന് പറഞ്ഞാൽ, ദഹതി എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, അഖം എന്ന് പറഞ്ഞാൽ പാപം, ഔഖാൻ എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പം നമ്മളുടെ പാപ സമൂഹത്തെ മുഴുവൻ ദഹതി ദഹിപ്പിക്കുന്നു, നശിപ്പിക്കുന്നു എന്നർത്ഥം. മഹിമ അസ്യ, അതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. എന്തിൻ്റെ? ഭഗവാന്റെ ആ നാമമഹിമ. താദൃശഃ അതുപോലെ. ഏതുപോലെ? യഥാ അഗ്നി ഏതാംസി, എപ്രകാരമാണോ അഗ്നി വിറകിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിറകിനെ എങ്ങനെ, ഇന്ധനത്തെ, വിറകെന്ന് പറഞ്ഞാൽ ഇന്ധനം, അഗ്നി എങ്ങനെയാണോ ഒരു ഇന്ധനത്തെ ദഹിപ്പിക്കുന്നത്, അതുപോലെയും യഥാ ഔഷധം ഗതാൻ, ഔഷധം എങ്ങനെയാണോ രോഗങ്ങളെ നശിപ്പിക്കുന്നത്, അതുപോലെയും ഭഗവാന്റെ കീർത്തനം നമ്മളുടെ മനുഷ്യരുടെ പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു എന്ന് സാരം. നൃണാം അബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യ കൗഖാൻ മഹിമാസ്യതാദൃശ യഥാഗ്നിരേതാംസി യഥൗഷധം ഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ദഹതി അഖം ഔഖാൻ ദഹത്യ കൗഖാൻ പറയുമ്പോൾ സൂക്ഷിക്കുക. നൃണാം അബുദ്ധ്യാഭി, നൃണാം അബുദ്ധി അപി, നൃണാം മനുഷ്യർക്ക്, അബുദ്ധി ചിന്തിക്കാതെ അല്ലെങ്കിൽ അറിയാതെ പറയുന്നതാണെങ്കിലും എന്നർത്ഥം. ചിന്തിക്കാതെ ആണെങ്കിലും അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിലും മുകുന്ദ കീർത്തനം, ഭഗവാന്റെ കീർത്തനം പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. ഏതുപോലെ? അഗ്നി എങ്ങനെയാണോ ഇന്ധനത്തെ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഔഷധം എങ്ങനെയാണോ രോഗങ്ങളെ നശിപ്പിക്കുന്നത്, അതുപോലെ എന്ന് പ്രഭോ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ത്വത്പുരുഷ ബഭാഷി, അങ്ങയുടെ പാർഷദന്മാർ ഭാഷിച്ചു. നൃണാമബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യ കൗഖാൻ മഹിമാസ്യ താദൃശ. മഹിമ അസ്യ, മഹിമാസ്യ, അസ്യ എന്ന് പറഞ്ഞാൽ അവൻ്റെ, ആരുടെ? ഭഗവാന്റെ മഹിമ. ഭഗവാന്റെ മഹിമ ഇതുപോലെയാണ് എന്ന് പറഞ്ഞു. അപ്പം നൃണാമബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യ കൗഖാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേതാംസി യഥൗഷധം ഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ബുദ്ധിപൂർവമല്ലാതെ ഒരുവൻ വിറകിന് തീ കൊളുത്തിയാൽ അത് കത്തിയെരിയുന്നത് പോലെയും രോഗത്തിന് മരുന്ന് കഴിച്ചാൽ ആ രോഗം മാറുന്നതുപോലെയും ഭഗവാന്റെ നാമം മനഃപൂർവ്വമല്ലാതെ ഉച്ചരിച്ചു പോയാലും മനുഷ്യൻ്റെ പാപത്തെ സമൂലം നശിപ്പിക്കുന്നു. അത് ഈ നാമത്തിൻ്റെ മാഹാത്മ്യമാണ് ആകുന്നു എന്നിങ്ങനെ അങ്ങയുടെ ഭൃത്യന്മാർ പറഞ്ഞു എന്നർത്ഥം. അടുത്തത് ഇതീരിതൈര്യാമ്യപടൈരശം അപാശ്രിതേ. ഇതി ഈരിതൈഹി
യാമ്യഭടൈः അപാസൃതേ ഇതി ഈരിതൈः യാമ്യഭടൈः അപാസൃതേ. അതാണ് ഇതീരിതൈര്യാമ്യഭടൈരപാസൃതേ. ഐ ഇതി ഈ ഈരിതൈഹി, ഈരിതൈഹി വാക്കുകൾ അല്ലെങ്കിൽ ഇത് എന്താ പറയുക, അതിന് പറയപ്പെട്ട അല്ലെങ്കിൽ ബോധ്യപ്പെട്ട എന്നൊക്കെ അർത്ഥം. ഇപ്രകാരം പറയപ്പെട്ട യമഭടന്മാർ, യാമ്യഭടൈഹി, യാമ്യം എന്ന് പറഞ്ഞാൽ യമനെ സംബന്ധിച്ച ഭടന്മാർ അപാസൃതെ അകന്നു പോവുക, തിരിച്ചു പോവുക എന്നൊക്കെ അർത്ഥം. അപ്പം യമൻ്റെ ഭടന്മാർ തിരിച്ചു പോയപ്പോൾ സതീസപ്തമി ഭവത് ഭടാനാം ജഗണേ തിരോഹിതേ, അതും സതീസപ്തമി തിരോഹിതേ, അങ്ങയുടെ ഭക്തന്മാർ, അങ്ങയുടെ ഭടന്മാരുടെ ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം, തിരോഹിതേ അപ്രത്യക്ഷമായപ്പോഴും അല്ലേ. അപ്പം യമകിങ്കരന്മാർ തിരിച്ചു പോയപ്പോഴും ഭഗവാന്റെ പാർഷദ കൂട്ടം മറഞ്ഞപ്പോഴും ഭവസ്മൃതിയും കഞ്ചനകാലമാചരന്, കുറച്ച് കാലം ഭഗവാനെ ആചരിച്ചിരുന്നത് കൊണ്ട്, ഭഗവാനെ ഭജിച്ചിരുന്നത് കൊണ്ട്, ആ സ്മൃതി കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ആ ഭഗവാനോടുള്ള പൂജ കൊണ്ട്, ആചരിച്ചതുകൊണ്ട്, അതിൻ്റെ ഭവത് പദം, അതുകൊണ്ട് ഭഗവാന്റെ പദത്തെ പ്രാപിപ്പിച്ചു, അല്ലെങ്കിൽ പ്രാപിക്കപ്പെട്ടു. ആരാൽ? ഭവത് പടൈരസൗ, അദ്ദേഹത്തെ, അസൗ എന്ന് പറഞ്ഞാൽ അജാമിളനെ, അവനെ എന്നർത്ഥം. ആ അജാമിളനെ ഭഗവാന്റെ പാർഷദന്മാർ കുറച്ചു കാലം പണ്ട് ഭഗവാനെ പൂജിച്ചിരുന്ന അതിൻ്റെ കുറച്ച് ഒരു സുകൃതി ഉണ്ടായിരുന്നു, അതിൻ്റെ സ്മൃതി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ അജാമിളൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ആ ഭടന്മാർ, ഭഗവാന്റെ പാർഷദന്മാർ രക്ഷിച്ചു അദ്ദേഹത്തെ. അതാണ് ഇവിടെ പ്രാപി എന്ന് പറഞ്ഞു, പ്രാപിക്കപ്പെട്ടു. ഇതീരിതൈര്യാമ്യഭടൈരപാസൃതേ ഭവത് ഭടാനാഞ്ജഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചനകാലമാചരൻ. ഇവിടെ വാക്കുകളുടെ അർത്ഥം ഈരിതൈഹി വാക്കുകൾ യാമ്യഭട യമൻ ഭടന്മാർ അപാസൃതയെ തിരിച്ചു പോയപ്പോൾ ഭവത് ഭടാനാം അങ്ങയുടെ ഭടന്മാർ ഗണേ കൂട്ടങ്ങൾ തിരോഹിതേ മറഞ്ഞപ്പോൾ ഭവത് സ്മൃതി അങ്ങയുടെ സ്മൃതിയെ കഞ്ചന എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം, കഞ്ചന എന്ന് പറഞ്ഞാൽ കുറച്ച് കാലമാചരൻ, കുറച്ച് കാലം ആചരിച്ചത് ശേഷം ഭവത് പദം പ്രാപിപടൈരസോ. അപ്പം കുറച്ച് കാലം പെട്ടെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി, കുറേ കാലം ഭഗവാനെ ഭജിച്ചു. നേരെ ഗംഗാതീരത്തേക്ക് പോയി എന്നും ബദരി ആശ്രമത്തിൽ പോയി ഇരുന്ന് ഭഗവാനെ ഭജിച്ചു എന്നും ഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 39 മുതൽ 44 വരെയും 3-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ ഭഗവാന്റെ പാർഷദന്മാർ വന്നതും അവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഗംഗാ നദിയിൽ ഇറങ്ങി ദേഹത്യാഗം ചെയ്തു. അത് കഴിഞ്ഞും 80-ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഇത് നടന്ന് ഭജിച്ചു കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞും കുറേ കാലം ജീവിച്ചു. അവസാനം ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ പാർഷദന്മാർ വന്ന് വിമാനത്തിൽ കയറ്റി വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നും കഥ. അപ്പം യാമ്യഭടൈരപാസൃതേ ഭവത് ഭടാനാഞ്ച ഗണേ തിരോഹിതേ. ഭവത് ഭടാനാഞ്ച എന്നും ഭവത് ഭടാനാഞ്ച, രണ്ടും ചായും ഇഞ്ചായും രണ്ടും ശരിയാണ്. തിരോഹിതേ ഭവത് സ്മൃതിം കഞ്ചനകാലമാചരന് ഭവത് പദം പ്രാപിപടൈരസവും. അപ്പോൾ ഇവിടെ ഇപ്രകാരം വിഷ്ണു പാർഷദന്മാരാൽ പറയപ്പെട്ടപ്പോൾ യമഭടന്മാർ അന്തർധാനം ചെയ്തു. ആ അവസരത്തിൽ വിഷ്ണു ദൂതന്മാരും മറഞ്ഞു. അജാമിളനാകട്ടെ ഗംഗാതീരത്തുള്ള ക്ഷേത്രത്തിൽ ബദരി ആശ്രമത്തിൽ, ആ ക്ഷേത്രത്തിൽ ഭഗവത് ഉപാസനയിൽ വ്യക്തശ്രദ്ധനായി വസിച്ചു. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമില്ല, വേണ്ടതുപോലെ അറിഞ്ഞ് ചെയ്യണം, അർത്ഥമറിഞ്ഞ് ചെയ്യണം
എന്നുള്ള ഒരു ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ബദ്ധശ്രദ്ധനായി വസിച്ചു എന്നാണ് പറഞ്ഞത്. അനന്തരം അത് കഴിഞ്ഞതിന് ശേഷം സമാധി വരിച്ച അദ്ദേഹം ഭഗവത് സ്വരൂപികളായ അങ്ങയുടെ പാർഷദന്മാരാൽ നൽകപ്പെട്ട ആ സാരൂപ്യം, ആ പാർഷദന്മാരെങ്ങനെയായിരുന്നു അതേപോലെയായി അദ്ദേഹവും അജാമിളനും അതേ സ്വരൂപത്തോടുകൂടി വിമാനത്തിൽ കയറ്റി പരമപദമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം സ്വകിങ്കരാവേദന ശങ്കിതോയമഹ ത്വദംഘ്രിഭക്തേഷ്വനഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈഃ സദേവവാദാലയനാഥ പാഹി മാം. ഇവിടെ സ്വകിങ്കരാൻ ആവേദന, സ്വകിങ്കരാൻ ആവേദന ശങ്കിതോ യമഹ ത്വദംഘ്രിഭക്തേഷു നാ ഗമ്യതാമിതി. ആവേദനം എന്ന് പറഞ്ഞാൽ തൻ്റെ കിങ്കരന്മാരെ, എൻ്റെ കിങ്കരന്മാർ അപ്പം അവിടെ യമധർമ്മ രാജാവിനോട് കഥയെല്ലാം ചെന്ന് പറഞ്ഞു കിങ്കരന്മാർ. അപ്പം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ യമദേവന് നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നില്ല, ഭഗവാന്റെ ഭക്തന്മാരെ ഒന്നും കൊണ്ടുവരാൻ പാടില്ല, ആരെയൊക്കെയാണ് കൊണ്ടുവരണ്ടേ ആരെയൊക്കെ കൊണ്ടുവരണ്ട എന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. അത് തെറ്റായിപ്പോയി. അപ്പോൾ ഭഗവാന് ദേഷ്യം തോന്നിയാലോ എന്ന് വെച്ചിട്ട് വേഗം തൻ്റെ കിങ്കരന്മാരെ പഠിപ്പിച്ചു കൊടുത്തു, ആരെയൊക്കെ കൊണ്ടുവരണം ആരെയൊക്കെ കൊണ്ടുവരാൻ പാടില്ല. അപ്പം ഭഗവാനെ ഭജിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്തേക്ക് നാഗമ്യതാമിതി പോകാൻ പാടില്ല. ഭഗവാന്റെ ത്വദംഘ്രിഭക്തേഷു ഭഗവാന്റെ പാദസേവ ചെയ്യുന്നവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. സ്വകീയ വൃത്യാൻ അശിക്ഷത, ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെ എങ്ങനെയൊക്കെ ആരെയൊക്കെയാണ് അത് ഭാഗവതത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആരെയൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ആരുടെയൊക്കെ അടുത്തേക്കാണ് പോകണ്ടാത്തത് എന്നൊക്കെ. ഉച്ചകൈ എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച അല്ലെങ്കിൽ ഉച്ചത്തിൽ താക്കീത് കൊടുത്തു എന്നർത്ഥം. ഭൃത്യന്മാരെ താക്കീത് കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. സാ ദേവ, അങ്ങനെയുള്ള ദേവ, വാതാലയനാഥ ഗുരുവായൂരപ്പ, പാഹി മാം, മാം എന്നെ, പാഹി എന്നെ രക്ഷിച്ചാലും എന്ന് അടുത്ത ശ്ലോകം. സ്വകിങ്കരാവേദന ശങ്കിതോ യമഹ, ശങ്കയുണ്ടായി യമദേവന്. സ്വത്വദംഘ്രി ഭക്തേഷ, ഒന്നിച്ചും ചൊല്ലാം, യമസ്ത്വദംഘ്രി, അപ്പം സായുടെ ആയത് വരും. അല്ലെങ്കിൽ സ്വകിങ്കരാവേദന ശങ്കിതോ യമഹ എന്ന് വിസർഗം ചേർത്തിട്ട് ത്വദംഘ്രി ഭക്തേഷു ന ഗമ്യതാമിതി. സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈഃ സദേവവാദാലയനാഥ പാഹി മാം. അശിക്ഷിത ഉച്ചകൈഃ, ശിക്ഷിതെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കൊടുത്തു, ശിക്ഷിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം താക്കീത് കൊടുത്തു, അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എങ്ങനെയുള്ളവരെയാണ് കൊണ്ടുവരുന്നത്. ഇവിടെ അജാമിളൻ ദുഷ്ടനായിരുന്നു എങ്കിലും പണ്ട് കുറേ നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പാർഷദന്മാർക്ക് ഇപ്പം ഭഗവാൻ എല്ലാം അറിയാമല്ലോ, 13 സാക്ഷികളുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ കർമ്മങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു. ശരിക്കും വൈദിക കർമ്മങ്ങളൊക്കെ ഒരു ബ്രാഹ്മണനായിട്ട് എല്ലാ ഇതും ചെയ്തിരുന്നു. പക്ഷേ എന്തിനെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അറിവോടുകൂടി ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇത് വന്നത്. അപ്പോൾ അറിവില്ലാതെ ചെയ്തു അതുകൊണ്ട്. അപ്പോൾ അടുത്ത ഈ ശ്ലോകം, അനന്തര യമകിങ്കരന്മാർ തങ്ങളുടെ സ്വാമിയാകുന്ന ധർമ്മരാജാവിനോട് സംഭവിച്ച വൃത്താന്തങ്ങൾ വിവരിച്ചു പറഞ്ഞു. തൻ്റെ ഭൃത്യന്മാരാൽ ചെയ്യപ്പെട്ട അപരാധം തൻ്റെ തെറ്റായി എണ്ണപ്പെടുമല്ലോ എന്ന് ശങ്കിച്ച യമദേവൻ, മേലിൽ നിങ്ങൾ ഭഗവത് പാതാരവിന്ദത്തിൽ ഭക്തരായിരിക്കുന്നവരെ സമീപിക്കരുത്, നാഗമ്യതാമിതി എന്ന് പറഞ്ഞില്ലേ, എന്ന് സ്വഭൃത്യന്മാരോട് ആജ്ഞാപിച്ചു. ഇപ്രകാരം ഏറ്റവും പാപിയായിരുന്ന ജാമിളനെ പോലും ഭഗവത് കാരുണ്യത്താൽ സന്മാർഗിയാക്കി മാറ്റി മോക്ഷമരുളി അനുഗ്രഹിച്ച അല്ലയോ ഭക്തവത്സലനായ ഗുരുവായൂരപ്പ, എന്നെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് മേൽപ്പത്തൂജി പ്രാർത്ഥിച്ചു. അപ്പം ഈ 3 ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം. നൃണാമബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യ കൗഖാൻ മഹിമാസ്യതാദൃശഃ. അഖം പാപം ഔഖം കൂട്ടം. അപ്പോൾ പാപക്കൂട്ടത്തെ, പാപസമൂഹത്തെ
എന്നർത്ഥം. യഥാഗ്നിരേതാംസി യഥൗഷധംഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാബഭാഷിരേ. ബുദ്ധിപൂർവമല്ലെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു മനുഷ്യൻ വിറകിന് തീ കൊളുത്തുമ്പോൾ എങ്ങനെയാണോ അഗ്നി ആ വിറകിനെ ഇല്ലാതെയാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഔഷധം മരുന്ന് കഴിച്ചാൽ രോഗം എങ്ങനെയാണോ ഭേദമാകുന്നത്, അതുപോലെ ഭഗവാന്റെ നാമം ജപിച്ചാൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും നശിച്ചു പോകുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം മനുഷ്യൻ്റെ പാപത്തെ നശിപ്പിക്കുന്നു, അതാണ് ഈ നാമത്തിൻ്റെ മാഹാത്മ്യം എന്ന ഇങ്ങനെ അങ്ങയുടെ ഭൃത്യന്മാർ പറഞ്ഞു എന്ന് 9-ാമത്തെ ശ്ലോകം. 10-ാമത്തെ ശ്ലോകത്തിൽ ഇതിരിരാമ്യഭടൈരപാശ്രിതേ. യാമ്യഭടന്മാരെന്ന് പറയാൻ യമനെ സംബന്ധിച്ച യമഭടന്മാരെന്നർത്ഥം. അപാശ്രിതേ തിരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ അകന്നുപോയപ്പോൾ എന്നൊക്കെ അർത്ഥം. ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവത്പദം പ്രാപി ഭവദ്ഭടൈരസൗ. ഇപ്രകാരം വിഷ്ണു പാർഷദന്മാരാൽ പറയപ്പെട്ടപ്പോൾ യമഭടന്മാർ അന്തർധാനം ചെയ്തു. ആ അവസരത്തിൽ വിഷ്ണുദൂതന്മാരും മറഞ്ഞു. അജാമിളനാകട്ടെ ഗംഗാതീരത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഭവതുപാസനയിൽ ദത്തശ്രദ്ധനായി വസിച്ചു. അനന്തരം സമാധി വരിച്ച അദ്ദേഹം ഭഗവത് സ്വരൂപികളായ അങ്ങയുടെ പാർഷദന്മാരാൽ നൽകപ്പെട്ട സാരൂപ്യത്തോടുകൂടി, അപ്പോൾ പാർഷദന്മാർ സെയ്യും ഭഗവാനെ പോലെ തന്നെയാക്കി ഭഗവത് സ്വരൂപമാക്കി മാറ്റി അജാമിളനെ. അങ്ങനെ വിമാനത്തിൽ കയറ്റി പരമപദമായ വൈകുണ്ഠത്തെ പ്രാപിപ്പിച്ചു. സ്വകിങ്കരാവേദന ശങ്കിതോയമഹ ത്വദംഘ്രിഭക്തേഷ്വനഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈഃ സദേവ വാതാലയനാഥഭാഗിമാം. അനന്തര യമകിങ്കരന്മാർ തങ്ങളുടെ സ്വാമിയാകുന്ന ധർമ്മരാജാവിനോട് സംഭവിച്ച കാര്യങ്ങൾ വിവരിച്ചു കേൾപ്പിച്ചു. തൻ്റെ ഭൃത്യന്മാരാൽ ചെയ്യപ്പെട്ട അപരാധം തൻ്റെ തെറ്റായി എണ്ണപ്പെടുമോ എന്ന ശങ്ക കാരണം യമരാജൻ മേലിൽ നിങ്ങൾ ഭഗവത് ഭക്തന്മാരുടെ അടുത്തേക്ക് പോകരുത് എന്ന് ആജ്ഞാപിച്ചു. ഇപ്രകാരം ഏറ്റവും പാപിയായിരുന്ന അജാമിളനെ പോലും ഭഗവാന്റെ കാരുണ്യത്താൽ സന്മാർഗിയാക്കി മാറ്റി മോക്ഷമരുളി അനുഗ്രഹിച്ച ഭക്തവത്സനായ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിച്ചാലും എന്ന് അർത്ഥം. അപ്പം 3 ശ്ലോകങ്ങളും ഒന്നും കൂടെ ചൊല്ലാം. നൃണാമബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യ കൗകാൻ മഹിമാസ്യതാദൃശ യഥാഗ്നിരേതാംസി യഥൗഷധംഗതാൻ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ ഇതീരിതീര്യാമ്യഭടൈരപാശ്രിതേ ഭവദ്ഭടാനാം ച ഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരന് ഭവൽപദം പ്രാപി ഭവദ്ഭടൈരസൗ സ്വകിങ്കരാവേദന ശങ്കിതോയമഹ ത്വദംഘ്രിഭക്തേഷ്വനഗമ്യതാമിതി സ്വകീയഭൃത്യാനശിശിക്ഷതുച്ചകൈഃ സദേവവാദാലയനാഥപാഹിമാം. ഇവിടെ ഒരു പാട്ടുണ്ട് ഈ നാമമാഹാത്മ്യം. അതായത് നമ്മൾ ഗോകുലത്തിൽ ഗോപിമാരൊക്കെ ചൊല്ലുക, അല്ലെങ്കിൽ ഈ നാമത്തെ എങ്ങനെയാണ് അവരൊക്കെ ഇത് ചെയ്തിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു ശ്ലോകം, ഒരു പാട്ട്. അത് ഈ ശ്ലോകം ഇത് കഴിയുമ്പോൾ, നമ്മളുടെ അജാമിളോപാഖ്യാനം കഴിയുമ്പോൾ നിങ്ങൾ നാരായണീയൊക്കെ നടത്തില്ലേ? നാരായണീയം നടത്തുമ്പം ഈ ഇത് കഴിയുമ്പോൾ, ഈ അധ്യായം കഴിയുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു പാട്ട്, ഒരു നാരായണ നാമമഹിമ, അത് ഒന്ന് പാടാം നമുക്ക്. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ. അത്തേലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണ് നാരായണ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടർന്നൊരു സച്ചിന്മലരാണ് നാരായണ. ഗോകുലമാകവേ ശാന്തമായി തീർക്കുന്ന പാവനനാദമീ നാരായണ.
നാമമറിയാതെ ഈ നാവിൽ വന്നാൽ പോലും വിട്ടുപിരിയാത്ത നാരായണ. നാം അറിയാതെ ഈ നാവിൽ വന്നാൽ പോലും വിട്ടുപിരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിലെല്ലാം മറക്കുന്ന ആനന്ദഗീതമീ നാരായണ. ബ്രഹ്മാദി ദേവകളെന്നും സേവിക്കുന്ന കാരുണ്യ തീർത്ഥമീ നാരായണ. നാരദ വീണയിലെന്നും മുഴങ്ങുന്ന പ്രേമസ്വരമാണ് നാരായണ. അന്നോ രാജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണ് നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിടും പാടുവാനീ നാമം നാരായണ. എന്തും പറയുവാൻ പൊന്തുന്ന നാവേ നീ ഇന്നൊന്നു പാടുമോ നാരായണ. മാധവനെൻ ഗുരു കാട്ടിടും സംസാര സാഗര തുണിയാം നാരായണ. നാരായണ തവ നാദത്തിൽ മുങ്ങിടും ഞങ്ങളെ കാക്കാൻ മറന്നിടല്ലേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ. ഓടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡി പടുവ ആശംസകൾ നേരുന്നു. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.